ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി. ഇന്നത്തെ നമ്മളെ വീഡിയോ ഒരു സ്കിൻ കെയർ റൊട്ടീനാണ് ഡ്യൂറിങ് മൈ പ്രഗ്നൻസി പീരീഡിൽ നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ മുഖമൊക്കെ ഭയങ്കരമായിട്ട് ഡ്രൈ ആയിട്ടിരിക്കും. അതുപോലെ തന്നെ കുറച്ച് സ്പോട്ടിങ്സും നമ്മുടെ കഴുത്തിന് ചുറ്റും ബ്ലാക്ക് കളറും അങ്ങനെയൊക്കെ വരാൻ ഭയങ്കര ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മളായിട്ട് നമുക്ക് പറ്റുന്ന രീതിയിലൊക്കെ സ്കിൻ കെയർ ചെയ്യുന്നത് നല്ലതാണ്. ഇപ്പോൾ എന്താ പറയുക, ട്രീറ്റ്മെൻറ്റ്സൊക്കെ വേറെ അവൈലബിൾ ആണ്. എന്താ പറയുക, പോസ്റ്റ് നെറ്റൽ കെയർ പോലെ തന്നെ പ്രഗ്നൻസി ടൈമിലുള്ള കെയറും നമുക്ക് ഇപ്പോൾ അവൈലബിൾ ആണ്. ആൾക്കാർ വന്ന് ചെയ്യണതൊക്കെ അങ്ങനത്തെ കുറേ ആൾക്കാർ ഉണ്ടല്ലോ, പ്രസവരക്ഷ എടുക്കുന്ന ടീംസൊക്കെ. അപ്പോൾ ഞാൻ രാവിലെ തന്നെ കുറച്ച് നേരം വെയിലൊക്കെ കൊള്ളും. ഒന്നാമത്തേത്, ഞാൻ മുന്നത്തെ വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വെയിൽ കൊള്ളുന്നത് ഉണ്ണികൾക്ക് മഞ്ഞപ്പ് വരാതിരിക്കാൻ നല്ലതായിരിക്കും. അപ്പം ഞാൻ വെയിൽ കൊള്ളാറുണ്ട് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ നീറ്റ് കഴിഞ്ഞാൽ ആദ്യം ഞാൻ നന്നായി ഫേസ് ക്ലെൻസ് ചെയ്യും. അപ്പം നമ്മുടെ സ്കിന്നിന് പറ്റുന്ന ഒരു ക്ലെൻസർ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഫേസ് നന്നായി ക്ലെൻസ് ചെയ്യുക. പിന്നെ നിങ്ങൾ മോയ്സ്ചറൈസർ യൂസ് ചെയ്യണമെങ്കിൽ യൂസ് ചെയ്യുക കേട്ടോ. അപ്പം ഞാൻ രാവിലെ തന്നെ കുളിക്കുന്ന കാരണം ഞാൻ അപ്പോൾ എന്താ പറയുക, മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യില്ല, കുളി കഴിഞ്ഞിട്ടാണ് അപ്ലൈ ചെയ്യാറ്. അതും സെറ്റാഫിൽ തന്നെയാണ് യൂസ് ചെയ്യുക കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ മുഖമൊക്കെ ഒന്ന് ക്ലെൻസ് ചെയ്ത് ഫ്രഷപ്പായി വന്നതിന് ശേഷം വെയിൽ കൊള്ളും. എന്നിട്ട് പിന്നെ മുടിയൊക്കെ ഒന്ന് ജട കളഞ്ഞിട്ട് നമ്മുടെ വീട്ടിലുള്ള നമ്മുടെ എണ്ണ, നമ്മളെ വീട്ടിലുണ്ടാക്കിയിട്ടുള്ള വെളിച്ചെണ്ണ, ഹെയർ ഓയിൽ വെച്ചിട്ട് തന്നെ നന്നായിട്ട് തലയിൽ തേച്ച് പിടിപ്പിക്കും. അപ്പോൾ ഈ ടൈമിൽ നമ്മൾ എണ്ണ തേക്കുന്നത് നല്ലതാണെന്നാണ് പറയുന്നത്. പാലുണ്ടാവാനും ഉണ്ണികളെ ഫീഡ് ചെയ്യേണ്ടതല്ലേ ഇനി. അപ്പോൾ പാലുണ്ടാവാനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഈ സമയം തൊട്ടിട്ട് തന്നെ എണ്ണ എന്നും തേക്കുന്നത് നല്ലതാണെന്ന് പറയും. ഞാൻ എല്ലാ ദിവസവും തേച്ചില്ലെങ്കിലും ഒട്ടുമിക്ക ദിവസങ്ങളിൽ തേക്കാൻ ശ്രമിക്കാറുണ്ട്. പിന്നെ ഞാൻ മുടിയൊക്കെ വെട്ടിയിട്ട് കുറച്ച് കാലമായി, അതായത് പ്രഗ്നൻസിയുടെ ഫസ്റ്റ് ടൈമിൽ ആട്ടം വെട്ടിയതാണ്. പിന്നെ മുടി ഞാൻ വെട്ടിയിട്ടേ ഇല്ല, വെട്ടാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ മുടി വെട്ടിയിട്ടില്ല കേട്ടോ. അപ്പോൾ തുമ്പൊക്കെ വെട്ടാറായിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്തായാലും ഡെലിവറി ഒക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ ഒരു ടൈമൊക്കെ ആയിട്ട് നമ്മളൊന്ന് ഫ്രീ ആയിട്ട് മുടിയൊക്കെ ഒന്ന് കട്ട് ചെയ്യുന്നുണ്ടാവുള്ളൂ. അപ്പോൾ ഇപ്പോൾ എന്തായാലും നന്നായിട്ട് എണ്ണ തേച്ച് പിടിപ്പിച്ച് നന്നായി മസാജൊക്കെ ചെയ്ത് എന്താ പറയുക, മുടിയൊന്ന് നന്നായി കെട്ടി വെച്ച് ബാക്കി കാര്യങ്ങൾ, വീട്ടിലത്തെ എന്തെങ്കിലും ചെറിയ പരിപാടികളൊക്കെ ചെയ്ത് കുറച്ച് ഡ്രിങ്കും കാര്യങ്ങളൊക്കെ കുടിച്ച് അങ്ങനെയൊക്കെയാണ് എൻ്റെ ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. സ്കിൻ കെയറിൻ്റെ കാര്യമാണെങ്കിലും ഇങ്ങനെയാണ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ സെറ്റാഫിലിൻ്റെ ജെൻറ്റിൽ സ്കിൻ ക്ലെൻസറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇത് ഡ്രൈ ടു നോർമൽ സെൻസിറ്റീവ് സ്കിന്നിന് ബെസ്റ്റാണ്, ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് ആണ്. നല്ലൊരു സൂത്തിങ് എഫക്റ്റ് കിട്ടും. പിന്നെ ഇറിറ്റേഷനൊക്കെ മാറാൻ നല്ലതാണ്. അപ്പം ഞാൻ ഡ്രൈ ആയിരുന്ന ടൈമിൽ യൂസ് ചെയ്തതാട്ടോ ഇത്. പിന്നെ നമുക്ക് വേണ്ടത് പഞ്ചസാര വേണം, അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി വേണം, പിന്നെ കുറച്ച് തേന്, കുറച്ച് വെളിച്ചെണ്ണ. ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പഞ്ചസാരയും വെളിച്ചെണ്ണയും കൂടിയിട്ട് സ്ക്രബ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇത് ആഴ്ചയിൽ 2 പ്രാവശ്യമൊക്കെ ചെയ്യുന്നത് നല്ലതാണ്. മുഖം നന്നായിട്ട് ഒന്ന് സോഫ്റ്റ് ആവാനും അതുപോലെ തന്നെ നമ്മുടെ മുഖത്തുണ്ടാകുന്ന ഡേർട്ടൊക്കെ കളയാൻ ഭയങ്കര ബെസ്റ്റാണ്. അപ്പോൾ നമ്മൾ 1-2 ദിവസമൊക്കെ ഇങ്ങനെ ചെയ്യുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഇങ്ങനെ ഈ കറുത്ത സ്പോട്ടിംഗ് ഒക്കെ പോകാൻ കുറച്ച് ബെറ്റർ ആയിരിക്കും. പിന്നെ നമ്മൾ ഈ വെളിച്ചെണ്ണ തേക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ മുഖത്തൊരു മോയ്സ്ചറൈസിങ് എഫക്റ്റ് എപ്പോഴും ഉണ്ടായിരിക്കും. ഈ ടൈമിൽ ചൂടായതുകൊണ്ട് തന്നെ നമുക്ക് വിയർപ്പും ഇതൊക്കെ ആയിട്ട് നമ്മുടെ മുഖം ഡ്രൈ ആവാനും ഒക്കെ ചാൻസ് ഉണ്ട്. പിന്നെ വെയിലടിച്ചിട്ട് ടാന്, നമ്മൾ വീട്ടിലിരിക്കുന്നവരാണെങ്കിൽ വലിയ പ്രശ്നമില്ല. പിന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മുടെ കഴുത്തിലും ഇതുപോലെ അപ്ലൈ ചെയ്തിട്ട് അതിന് ശേഷം മുഖമൊക്കെ നന്നായി വാഷ് ചെയ്ത ശേഷം നമ്മുടെ വെള്ളം ഉണ്ടല്ലോ, ഒരു ഡേവറ വെള്ളം എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് മുഖം നന്നായിട്ട് ഇങ്ങനെ അമർത്തി കൊടുക്കുക, മുക്കി വയ്ക്കുക. അപ്പോൾ ശ്വാസം പിടിച്ചിട്ട് ഇങ്ങനെ മുക്കുക കുറച്ച് നേരം, ഒരു 4-5 പ്രാവശ്യം നമുക്ക് പറ്റുന്ന അത്ര ടൈം ഇങ്ങനെ ട്രൈ ചെയ്യുന്നത് നല്ലതായിരിക്കും. അപ്പം നമ്മുടെ മുഖത്തുണ്ടാകുന്ന പോറസൊക്കെ പോകാൻ നല്ലതാണ്. അപ്പം ഞാൻ മുഖമൊക്കെ ഒന്ന് ഇങ്ങനെ വാഷ് ചെയ്ത് മുക്കി എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഒരു ഫേസാണ് കേട്ടോ ഇത്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു ഫേസ് മസാജ് ചെയ്ത് കൊടുക്കാം. ഈ ഫേസ് മസാജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൈ 2 ഇങ്ങനെ വെച്ചിട്ട് ഈ രീതിയിൽ നമ്മുടെ താടിയെല്ലിൻ്റെ അവിടെ ഇങ്ങനെ ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ഈ തൂങ്ങി കിടക്കുന്ന ഈ ജോ ലൈൻസ് വരാൻ നല്ലതാണ് ഇങ്ങനത്തെ മസാജ്. തൂങ്ങി കിടക്കുന്ന ആ ഒരു എന്താ പറയുക, മുഖത്ത് ആ ഭാഗം പോകാൻ നല്ലതാണ്.
പിന്നെ ഓൾറെഡി നമ്മൾ പ്രഗ്നൻസിയിൽ നമ്മളുടെ മുഖം കുറച്ച് എന്താ പറയുക, നമ്മൾ തടി വയ്ക്കും, അതുപോലെ തന്നെ നീരൊക്കെ ഉണ്ടാകും. ഈ മസാജ് ചെയ്യുന്നത് നല്ലതാണ്, ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. ഇപ്പം ഞാൻ ഈ ചെയ്ത പോലൊക്കെ ഒന്ന് ട്രൈ ചെയ്യുക. എല്ലാതും ഒരു 20 സെറ്റായിട്ട് ചെയ്ത് കൊടുക്കുക. നമ്മുടെ 2 കൈ മുഷ്ടി ചുരുക്കിയിട്ട് നമ്മുടെ ഈ എന്താ പറയുക താടിയുടെ അടിയിൽ ഇങ്ങനെ ചെയ്യുന്നത് ഒരു 20 പ്രാവശ്യം ചെയ്ത് കൊടുക്കുക കേട്ടോ. അത് കഴിഞ്ഞിട്ട് മൂക്കിൻ്റെ ഇവിടെ ഇങ്ങനെ പിടിച്ചിട്ട് മറ്റ് വിരലുകളായിട്ട് ഈ സൈഡിലേക്ക് ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. 2 സൈഡിലും ഒരു 20 പ്രാവശ്യം വെച്ച് ചെയ്യുക. പിന്നെ മുഖം ഇതുപോലെ ഒന്ന് ഒരു 10-15 പ്രാവശ്യമൊക്കെ ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുക. പിന്നെ നെറ്റത്തും ഇതുപോലെ ചെയ്ത് കൊടുക്കുക. പിന്നെ കണ്ണിന് ചുറ്റും ഒന്ന് ജസ്റ്റ് ഇങ്ങനെ റൗണ്ട് ചെയ്ത് കൊടുക്കുക. ബ്ലഡ് സർക്കുലേഷനൊക്കെ നല്ലതാണ് മുഖത്ത്. പിന്നെ നമ്മുടെ പിരുകം ഇതുപോലെ എന്താ പറയുക, ഇങ്ങനെ പിരുകം ഞാൻ ഈ ചെയ്യണ പോലെ ചെയ്ത് കൊടുക്കാം. എല്ലാതും ഒരു 20 സെറ്റോ അല്ലെങ്കിൽ 15 സെറ്റോ ഒക്കെ ആയിട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാ ദിവസവും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മുഖത്ത് ഒരു ഗ്ലോ വരാനും അതുപോലെ തന്നെ മുഖം ഒന്ന് നന്നായിരിക്കാനും നല്ലതാണ്. പിന്നെ അതുപോലെ ചുണ്ട് നമ്മളിങ്ങനെ കൂട്ടിപ്പിടിച്ചിട്ട് മുകളിലേക്ക് കിസ് ചെയ്യുന്ന പോലെ ഒന്ന് ചെയ്ത് കൊടുക്കും. എനിക്കെന്നെ ചിരി വരെ ഇങ്ങനെ കാണിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അതും നല്ലതാണ്, നമ്മുടെ ജോ ലൈൻസ് വരാൻ വേണ്ടിയിട്ട് നല്ലതാണ്. അപ്പോൾ എന്താ പറയുക, ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് കൊടുക്കുക. പിന്നെ എനിക്ക് ഈ ഒരു സാധനം ചെയ്യാൻ ഭയങ്കര മടിയായിരുന്നു. അതായത് പല്ലിങ്ങനെ നാക്കണ ഒരു സാധനം, അതിങ്ങനെ ഒരു 2-3 പ്രാവശ്യം അതൊക്കെ ഒന്ന് ചെയ്ത് കൊടുക്കുക. പിന്നെന്താ, വായയുടെ ഉള്ളിൽ നമ്മൾ കുറച്ച് എയർ ഇങ്ങനെ പിടിക്കുന്ന പോലെ 2 സൈഡിലും ചെയ്ത് കൊടുക്കുക. ഇതും 2-3 പ്രാവശ്യമൊക്കെ ചെയ്യാം. അത് നമ്മളെ മുഖത്ത് ഗ്ലോ വരാൻ ഇതൊക്കെ നന്നായി ഹെൽപ്പ് ചെയ്യും. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ ഫേസ് പാക്ക് ഇടാം. ഫേസ് പാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഞ്ഞൾപ്പൊടിയും ഹണിയും വെച്ചിട്ടുള്ളതാണ്. ഇത് നമുക്ക് പറ്റുമ്പോൾ ചെയ്യണത് നല്ലതാണ്. അപ്പോൾ മുഖത്ത് ഇതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. മുഖത്ത് നന്നായിട്ട് ഒരു 20 മിനിറ്റൊക്കെ പിടിക്കുന്ന രീതിയിൽ ഈ ഒരു പാക്ക് ഇട്ട് കൊടുക്കുക. നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ എന്താ പറയുക, ചീക്കിൻ്റെ ആ ഭാഗത്ത് തേക്കുമ്പോൾ നമ്മൾ മുകളിലേക്കായിട്ട് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോഴാണ് നമ്മുടെ ഇതിലേക്ക് എന്താ പറയുക കെയറുള്ള തോന്നുന്നുണ്ട്. അങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട്, മുകളിലേക്കാണ് അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത്. പിന്നെ നെറ്റിയിൽ നമ്മൾ സാധാ പോലെ തന്നെ. അപ്പോൾ ചിലർക്ക് ഈ എന്താ പറയുക ടെർമറിക്ക്, നമ്മുടെ മഞ്ഞൾപ്പൊടി അലർജി ഉള്ളവർ അത് യൂസ് ചെയ്യണ്ട. നിങ്ങൾക്ക് പറ്റുന്ന ഏതെങ്കിലും വല്ല ചന്ദനപ്പൊടിയോ അല്ലെങ്കിൽ വേറെ ചെറുപയർ പൊടിയോ നിങ്ങൾക്ക് നിങ്ങളുടെ ഫേസിന് പറ്റുന്ന ഏതെങ്കിലും ഒരു പാക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യാൻ നോക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഈ ടൈമിൽ നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ അത് നമുക്കൊരു സൂത്തിങ് എഫക്റ്റ് നമ്മുടെ മനസ്സിനും തരും. നമ്മളൊന്ന് റിലാക്സ് ആവാൻ നല്ലതാണ്. നമ്മൾ സെൽഫ് കെയർ എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ സെൽഫ് റെസ്പെക്റ്റ് ചെയ്യുന്നതിലൊരു കൂട്ടത്തിലുള്ളൊരു കാര്യം തന്നെയാണ് സെൽഫ് കെയറും കൂടി. അപ്പോൾ നമ്മൾ സ്വയം ഇങ്ങനെ കെയർ ചെയ്യുമ്പോൾ നമുക്കൊരു പ്രത്യേക സുഖം കിട്ടും കേട്ടോ. ഇനി നമ്മൾ 20 മിനിറ്റ് പിടിച്ചിട്ട് നമ്മൾ കുളിക്കണം. പിന്നെ ഞാൻ മുഖത്ത് ഈ ഒരു ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലും വെളിച്ചെണ്ണ മൊത്തം മേത്ത് അപ്ലൈ ചെയ്തിട്ടാണ് ഞാൻ കുളിക്കുക. പ്രത്യേകിച്ച് നമ്മളെ വയറിൻ്റെ മുകളിൽ തേച്ച് എല്ലാ ദിവസവും ഞാൻ തേക്കാറുണ്ട്. കാരണം ഈ വയറിൻ്റെ മുകളിൽ വരുന്ന സ്ട്രെച്ച് മാർക്കിന് എന്താ പറയുക, അത് ബെസ്റ്റാണ്. സ്ട്രെച്ച് മാർക്കിന് ഈ പറഞ്ഞ പോലെ കുറേയൊക്കെ നമുക്ക് ഇറിറ്റേഷൻ ചൊറിച്ചിലൊക്കെ മാറാനൊക്കെ നമ്മൾ ഈ വെളിച്ചെണ്ണ തേച്ചൊന്ന് അങ്ങനെ ജസ്റ്റ് ഒന്ന് ഒഴിഞ്ഞു കൊടുക്കൽ നല്ലതാണ്. എപ്പോഴും ഇങ്ങനെ കുറേ ഒഴിയൊന്നും വേണ്ട. വെറുതെ ഇങ്ങനെ കുറച്ചൊരു വെളിച്ചെണ്ണൊക്കെ ഒന്ന് തേച്ച് തടവി കൊടുക്കുന്നത് നമ്മുടെ സ്ട്രെച്ച് മാർക്ക്, ചൊറിച്ചിൽ, ഇച്ചിനെസ് അതൊന്നും ഇല്ലാതിരിക്കാൻ നല്ലതായിരിക്കും. എനിക്കത് യൂസ്ഫുൾ ആയിട്ടുണ്ട്. പിന്നെ സ്ട്രെച്ച് മാർക്ക് വരുന്നത് കുറയ്ക്കാനും നല്ലതാണെന്നാണ് പറയുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ടിപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഞാൻ മോയ്സ്ചറൈസർ ഇട്ട് കൊടുക്കും. ഞാൻ പറഞ്ഞല്ലോ, സെറ്റാഫിലിൻ്റെ മോയ്സ്ചറൈസറാണ് ഞാൻ അപ്ലൈ ചെയ്യുന്നത്. ഇതും സെൻസിറ്റീവ് സ്കിന്നിന് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. അപ്പം നമ്മുടെ സ്കിന്നിന് അനുയോജ്യമായിട്ടുള്ള മോയ്സ്ചറൈസറും ക്ലൻസറൊക്കെ യൂസ് ചെയ്യുക. ഞാൻ ആകെ ഇപ്പോൾ യൂസ് ചെയ്യുന്നത് ഈ ക്ലൻസറും മോയ്സ്ചറൈസറും അതുപോലെ തന്നെ ഒരു ലിപ് ബാമാണ്. മാമാർത്തിൻ്റെ ലിപ് ബാമാണ് ഞാനിപ്പോൾ കറൻ്റ്ലി യൂസ് ചെയ്യാറ്. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. വലിയ കളറ് അങ്ങനെയൊന്നുമല്ല, എന്നാൽ ഒരു ചെറിയ ലൈറ്റായിട്ടുള്ളൊരു പിങ്കിഷ് കളറും ഉണ്ടായിരിക്കും.
പിന്നെ നമ്മുടെ ചുണ്ട് എപ്പോഴും സോഫ്റ്റ് ആയിട്ടിരിക്കും. അപ്പം ചുണ്ട് പൊട്ടുന്നതിനൊക്കെ ഈ ലിപ് ബാം യൂസ് ചെയ്യുന്നത് നല്ലതാണ്. അപ്പോൾ ഇടയിൽ എൻ്റെ പുത്രി വന്നു ഗൈസ്, അതുണ്ടായത്. ഓക്കെ, അപ്പോൾ അതേ ചുണ്ടുമ്മ നമ്മളിത് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇങ്ങനെയൊക്കെ ചെയ്തൊന്ന് ഇതായി കഴിഞ്ഞാൽ നമ്മളൊരു അടിപൊളിയായി നമുക്ക് തന്നെ തോന്നും, അതൊരു രസം, അത്ര തന്നെ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.